ഹായ്, നമസ്കാരം. എല്ലാവർക്കും 9 സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ വിചാരിക്കുന്നു. പക്ഷെ ഇന്നാണ് എനിക്കത് സാധിച്ചത്. പറയാനിരുന്ന കാര്യം നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളിങ്ങനെ സംസാരിക്കുന്ന, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ സംസാരിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് നമ്മുടെ ആ ഒരു നമ്മളെ കൂടെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കൂടെ ബാധിച്ചേക്കാവുന്ന ഒരു കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ പറയണമല്ലോ. അങ്ങനെയാണ് ഞാനിത് പറയാതിരിക്കുന്നത്. അതിൻ്റെ പത്രം എടുത്ത് വെച്ചിട്ടാണ് നിങ്ങളൊന്ന് പറയാതിരിക്കുന്നത് കേട്ടോ. പൂരം കലക്കി പോലീസ്. നമ്മളൊക്കെ കുഞ്ഞിലെ തൊട്ട് കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ പൂരം എന്ന് കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ജില്ലയുടെ ഒരു ഉത്സവമാണ്. ജാതി മത ഭേദമന്യേ ആൾക്കാർ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. എനിക്ക് തോന്നും നമ്മുടെ ഒരു വെടിക്കെട്ട് അപകടം നടന്ന് പരവൂർ പുറ്റിങ്ങൽ അപകടം നടന്ന് ആ വർഷം എങ്ങാണ്ട് പൂരത്തിന് വെടിക്കെട്ടില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ആൾക്കാർ പ്രതിഷേധിച്ചതും അല്ലെങ്കിൽ ആൾക്കാർക്ക് വിഷമായതും ഒക്കെ. അപ്പോൾ ഈ പൂരത്തെ കാത്തിരിക്കുന്ന ഒരുപാട് പേര് പൂരത്തെ കാത്തിരിക്കുന്നത്. ആ പൂരത്തിലെ ഭയങ്കരമായി പ്രശ്നമുണ്ടാക്കിയത് പോലീസാണെന്നാണ് പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത. ഞാൻ TV ന്യൂസുകൾ അങ്ങനെ അധികം കണ്ടില്ല, പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. പോലീസിൻ്റെ അമിതമായ ഇടപെടൽ ജനക്കൂട്ടത്തെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയും ജനക്കൂട്ടം പോലീസ് ഗോബാക്ക് പറയുകയും മന്ത്രിമാരെ വെളുപ്പാങ്കാലത്തൊക്കെ വന്ന് ഇടപെട്ട് ദേവസ്വവുമായി ചർച്ചകൾ നടത്തുകയും അവിടെ നടത്തേണ്ടുന്ന പല കാര്യങ്ങളും പോലീസ് തടസ്സപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭയങ്കരമായിട്ട് പൂരം എന്ന് പറയുന്നത് കലക്കി എന്ന് വേണം പറയാൻ. ഇന്ന് കർശന നടപടി ഇന്ന് എടുത്തിട്ടുണ്ട്. കമ്മീഷണറൊക്കെ സ്ഥലം മാറ്റാനായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞത് വെടിക്കെട്ടൊക്കെ നടക്കുന്നത് രാത്രിയാണ്. വെടിക്കെട്ട് നടക്കുന്നത് ഇവിടെ വെടിക്കെട്ട് നടന്നത് പകലാണ് എന്ന് പറഞ്ഞാൽ സമയം ഇങ്ങനെ നീണ്ടുപോയി. പോലീസിൻ്റെ അതിക്രമം മൂലം സമയം ഇങ്ങനെ നീണ്ടുപോയി എന്നാണ് പറയുന്നത്. വഴികളെല്ലാം കെട്ടി അടയ്ക്കുകയും പുലർച്ചെ 3 നടക്കേണ്ട വെടിക്കെട്ട് മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ 4 മണിക്കൂർ വൈകി പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടിയും വന്നു. ഒരു രാത്രി മുഴുവൻ ഉറക്കം വിളച്ച് കാത്തിരുന്നിട്ടും വെടിക്കെട്ടിൻ്റെ വർണ്ണഭംഗി ആസ്വദിക്കാൻ പൂരപ്രേമികൾക്കായില്ല. ഈ പൂരത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പൂരം പ്രദർശനത്തിൻ്റെ തറവാടകം ഉയർത്തിയും ആന എഴുന്നള്ളിപ്പുകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയും പൂരം നടത്തിയത് പ്രതിസന്ധിയിലാക്കാൻ ശ്രമം നടക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യമായിട്ടും പൂരത്തലേന്ന് തന്നെ പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ തുടങ്ങിയിരുന്നു. പൂരനാളിൽ രാവിലെ മഠത്തിൽ വരവിനിടെ ഉത്സവപ്രേമികൾക്ക് നേരെ കയർക്കാനും പിടിച്ചു തള്ളാനും മുന്നിൽ നിന്നത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് നേരിട്ടാണ്. പൂരത്തിന്റെ സുരക്ഷാ ഭംഗിയായി നിർവഹിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥരെ പ്രധാന ചുമതലകളിൽ ഉപയോഗിച്ചില്ല. എന്തോ വൈരാഗ്യം പോലെ പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ ഈ വാർത്തകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ തിരുവമ്പാടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച സമയത്തും ക്ഷേത്രനടയിൽ പോലീസും ദേവസ്വ ഭാരവാഹികളുമായി തർക്കമുണ്ടായി. കഴിഞ്ഞ പൂരത്തിന് വടക്കുനാഥ ക്ഷേത്രത്തിനുള്ളിൽ ലാത്തിവീശ ഉത്തരവിട്ട അതേ ഉദ്യോഗസ്ഥൻ ഇത്തവണയും സുരക്ഷാ ചുമതല നൽകി. ചെരുപ്പിട്ട് വടക്കുനാഥ ക്ഷേത്ര വളപ്പിൽ കയറരുതെന്ന് പറഞ്ഞ് എല്ലാവരുടെയും ചെരുപ്പ് പോലീസ് അഴിപ്പിച്ചെങ്കിലും ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ മിക്കവരും ബൂട്ടിട്ട് അകത്ത് കടന്നു. ഇലഞ്ഞിത്തറ മേളത്തിനെത്തിയ പ്രമുഖ വ്യക്തികൾ മിക്കവരും ചെരുപ്പ് ധരിച്ചിരുന്നു. അപ്പോൾ ജനക്കൂട്ടത്തിന് അമ്പലത്തിന് അവിടെ അകത്തോട്ട് ചെരുപ്പിട്ട് കയറരുതെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്തു. പൂരനാളിൽ രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പിന് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തില്ല. എഴുന്നള്ളിപ്പ് ഗതാഗത കുരുക്കിൽ കുടുങ്ങി. ശാസ്താവ് വടക്കുന്നാഥനിലേക്ക് പ്രവേശിക്കുന്ന പാത ബാരിക്കേഡ് കെട്ടി അടച്ചു. നീണ്ട തർക്കത്തിനൊടുവിലാണ് ഇത് പൊളിച്ച് വഴിയെടുക്കാൻ പോലീസ് തയ്യാറായത്. ഇലഞ്ഞിത്തറ മേളം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ മേൽശാന്തിയെ പുറത്ത് തടച്ചു വെച്ചു. ആനകൾക്ക് പട്ടയുമായി വളപ്പിനുള്ളിൽ കയറാൻ ശ്രമിച്ചവരെ അനുവദിച്ചില്ല. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തേക്ക് പൂര കമ്മിറ്റിക്കാരെയും സംഘാടകരെയും കടത്തിവിട്ടില്ല. വെള്ളിയാഴ്ച രാത്രി 10-ന് ശേഷം തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും പഞ്ചവാദ്യങ്ങൾ ആസ്വദിക്കാനും രാത്രിപൂരത്തിലെ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാനും എത്തിയവർ കണ്ടത് ബാരിക്കേഡ് കെട്ടിയടച്ച നഗര ഹൃദയം. സ്വരാജ് റൗണ്ട്, തേക്കിൻകാട് മൈതാനം എന്നിവ കെട്ടിയടച്ച് പ്രവേശനം നിഷേധിച്ചു. പുലർച്ചെ വെടിക്കെട്ട് 3 മണിക്ക് ശേഷമാണെന്നിരിക്കെ 2 മണിയോടെ മാത്രമേ മുൻ വർഷങ്ങളിൽ മൈതാനത്ത് നിന്ന് ആളുകളെ സുരക്ഷിത അകലത്തേക്ക് മാറ്റിയിരുന്നുള്ളൂ. രാത്രി തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞു വെച്ചതിനെ ജനക്കൂട്ടം ചോദ്യം ചെയ്തു. പോലീസ് ലാത്തി വീശിയെന്ന് പരാതി ഉയർന്നു. അപ്പോൾ ജനക്കൂട്ടം ഗോബാക്ക് വിളിച്ചു. പൂരപ്പറമ്പിൽ ആകെ ബഹളമായി. അങ്ങനെ 3 മണി കഴിഞ്ഞപ്പോൾ പുലർച്ചെ 3 മണി കഴിഞ്ഞപ്പോൾ മന്ത്രി രാജൻ, കളക്ടർ കൃഷ്ണതേജ എന്നിവർ സ്ഥലത്തെത്തി ദേവസ്വങ്ങളുമായി ചർച്ച നടത്തി. തൃശ്ശൂരിലെ LDF, UDF, NDA സ്ഥാനാർത്ഥികളും എത്തി. എന്നിട്ട് തീരുമാനം വൈകി. ഇന്നലെ രാവിലെ 6ഓടെയാണ് വെടിക്കെട്ട് നടത്താൻ 2 ദിവസങ്ങളും തീരുമാനിച്ചത്. 7:15-ന് പാറമേക്കാവ് ആദ്യ തിരികൊളുത്തി. 7:45-ന് തിരുവമ്പാടി. പോലീസിനെതിരായ പരാതി പരിശോധിക്കുമെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. പോലീസ് ചെയ്തത് ശരിയായില്ലെന്നും അമ്പലത്തിൽ പോയി സംഘർഷം ഉണ്ടാക്കേണ്ട കാര്യം പോലീസിനുണ്ടോ എന്നും CPM സംസ്ഥാന സെക്രട്ടറി AV ഗോവിന്ദൻ ചോദിച്ചു. ഇതിപ്പോൾ ആര് പറഞ്ഞിട്ടാണ് പോയത്? പോലീസ് ഇത്രയും അതിക്രമം കാണിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഭയങ്കരമായിട്ട് ആൾക്കാർ കാണാനിരുന്ന, ആൾക്കാർ ആസ്വദിക്കാനിരുന്ന ഒരു സംഭവത്തെ എങ്ങനെ പോലീസിന് ഇങ്ങനെ ചെയ്യാൻ തോന്നി? അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഉള്ള വാർത്തയെന്ന് പറയുന്നത് കമ്മീഷണറെ തെറിപ്പിക്കും, അസിസ്റ്റന്റ് കമ്മീഷണറെ സ്ഥലം മാറ്റും, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയൊക്കെ അനുവാദമൊക്കെ വാങ്ങി എന്നൊക്കെ പറയുന്നു.
എണ്ണ ഒഴിക്കാൻ വന്ന ആളെയൊക്കെ ചീത്ത വിളിച്ച് എടുത്തോണ്ട് പോടാ പട്ട എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണർ ആക്രോശിച്ചു. എന്ത് പറ്റി പോലീസിന്? എന്തായിരിക്കും കാരണം? നമ്മുടെയൊക്കെ വിശ്വാസങ്ങളിലെ, നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളിലെ, നമ്മളുടെയൊക്കെ ആചാരങ്ങളിലെ, നമ്മളുടെയൊക്കെ അനുഷ്ഠാനങ്ങളിൽ സ്വാർത്ഥത വരുന്നുണ്ടായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ഇത് ഞങ്ങളുടെ ഉത്സവമാണ്, ഇത് നിങ്ങളുടേതല്ല, ഇത് ഞങ്ങളുടേതാണെന്നൊരു ചിന്ത ഉണ്ടായിരിക്കാം. ഞങ്ങളുടെ പൂരം കലക്കി എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് തൃശ്ശൂർക്കാരുടെ പൂരം. മറ്റുള്ള ജില്ലക്കാർ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇഷ്ടത്തോടുകൂടി പോണ ഒരു സംഭവമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ എന്ന് പറയുന്ന നാട് തന്നെ ഭയങ്കര സൂപ്പറാണ്. ഗുരുവായൂരും കൊടുങ്ങല്ലൂരും ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരുടെയൊക്കെ നാടാണ് തൃശ്ശൂർ. അപ്പോൾ ഈ തൃശ്ശൂർ പൂരം കൊണ്ട് തന്നെയാണ് തൃശ്ശൂർ കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തെ ഇങ്ങനെ തകർക്കാൻ ശ്രമിച്ചത് എനിക്ക് തോന്നുന്നത് കുതന്ത്രങ്ങളും കുരിഷ്ടുകളും ഇവിടെ ഒരുപാടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളിലെ അന്ധവിശ്വാസം കയറ്റി ഓരോരുത്തരെ തകർക്കുകയാണ്. ഓരോ വിശ്വാസങ്ങളെ കയറ്റി ഓരോരുത്തരെ ഇല്ലാതാക്കുകയാണ്. അഹങ്കാരവും എന്തിനും ഞാൻ പോന്നതാണെന്നൊരു തോന്നലും ഒക്കെയാണ് മനുഷ്യർക്ക്. അധികാരമുണ്ടെങ്കിൽ അത് ഇരട്ടിക്കുകയാണ്. എന്തായാലും എൻ്റെ വിശ്വാസം മനുഷ്യത്വവും മനുഷ്യ സ്നേഹവുമാണെന്ന ബോധ്യം മനുഷ്യർക്കുണ്ടാവണം. അവിടെ ഒരാളിൻ്റെ അമിത വിശ്വാസത്തെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച് അവരെ എൻ്റെ ഉത്സവമാണെന്ന ഒരു രീതിയിലോട്ട് മനുഷ്യർ കൊണ്ടുവരാതെ ഇതൊരു നാടിൻ്റെ ഉത്സവമാണ്, ഇത് ജാതിമത ഭേദമന്യേ അവിടെ ഉത്സവമാണ്, ഇതൊരു അമ്പലത്തിൽ നടക്കുന്നതുകൊണ്ട് മറ്റു മതക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് വിശ്വാസമില്ലാത്തവർക്കോ ഒന്നും പങ്കെടുക്കാതിരിക്കാൻ കാരണമൊന്നും ആവുന്നില്ല. അങ്ങനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ വിചാരം തീർച്ചയായിട്ടും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഏറ്റവും നല്ലൊരു സംഭവത്തെ കലക്കിയ പോലീസിനോട് പ്രതിഷേധമുണ്ട്. എന്തുകൊണ്ടാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അമിതമായ അന്ധവിശ്വാസവും വർഗീയതയും കലർത്തി വിശ്വാസം തച്ചുടയ്ക്കുന്ന ഏത് ശക്തിയായാലും അതില്ലാതായി പോകണം. പോലീസിന് ഇതിന് ശക്തമായ താക്കീതല്ല, ഇതില്ലാതാവണം. സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, സർക്കാർ ഇടപെടട്ടെ. ഇലക്ഷനൊക്കെ വരികയാണ്. നല്ല സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിൽ നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു ഒരു MP അവിടെ ഉണ്ടാവട്ടെ, നല്ലൊരു രാഷ്ട്രീയം ഉണ്ടാവണം, നല്ലൊരു രാഷ്ട്രീയം ഉണ്ടാവട്ടെ, അർഹതയുള്ളവർക്ക് വോട്ട് കിട്ടട്ടെ. അപ്പോൾ ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ പോലീസ് ഇല്ലാതാക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.